ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ +1 അക്കൗണ്ടൻസിയിൽ നിങ്ങൾ പഠിക്കേണ്ട മുഴുവൻ തിയറി ക്വസ്റ്റ്യൻസ് നോക്കുന്നത്, തിയറി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒരു തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ട മുഴുവൻ തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പാസ് മാർക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു തിയറി ക്വസ്റ്റ്യൻ കണ്ടാൽ മതിയാകും കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതിയാകും. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്ത്, വീഡിയോ വേഗം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോസ് ഇനി വേണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. ഓക്കെ സെറ്റല്ലേ? സോ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ പ്രോഡക്റ്റ് ഇൻ വിച്ച് ബിസിനസ് യൂണിറ്റ് ഈസ് ഡീലിംഗ്, അതിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചിരിക്കുന്നത്. ദി ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് എ ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതാണ് വൗച്ചർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിന് സോഴ്സ് ഡോക്യുമെൻ്റ് എന്നും എഴുതാം. വൗച്ചർ എന്നോ സോഴ്സ് ഡോക്യുമെൻ്റ് എന്നോ എഴുതാം കേട്ടോ. ദെൻ ഡ്രോയിങ്സ് എന്താണ്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാഷ്, ഗുഡ്സ് ഓർ ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്, പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. രണ്ടാമത്തേത്, ഐഡൻറ്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഓഫ് ദി ട്രാൻസാക്ഷൻ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഫ്രം മനു, ക്യാഷിനാണ് മേടിച്ചിരിക്കുന്നത്, ഫ്രം മോഹൻ, ക്യാഷിനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ മോഹനെ നമ്മൾ നോക്കേ വേണ്ട. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നതാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. പർച്ചേസിന് നമ്മൾ എപ്പോഴും ഡെബിറ്റ് അല്ലേ ചെയ്യാറ്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, പണം പോയപ്പോൾ പണത്തിന് ടു ക്യാഷ് എന്ന് എഴുതാം. ടു ക്യാഷേക്കാണ്. സോ പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ പറയാം പർച്ചേസിന് ഡെബിറ്റ് ചെയ്യുക, ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യാം. ലിസ്റ്റ് ഔട്ട് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇത് കണക്കുകളെല്ലാം ശരിയാണോ എന്നുള്ള അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ. പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്, മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് നമ്മളെ സഹായിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ടാകുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ ആയിരിക്കും ഉണ്ടാകുക. മെയിൻലി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ കറണ്ട് ആസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും കറണ്ട് ആസറ്റ്സ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് ആസറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവുകളായിരിക്കും. ദെൻ ഇതിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സാമ്പിളാണ് റെൻറ്റ് പെയ്ഡ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിളാണ് പർച്ചേസ്ഡ് മെഷീനറി. ഓക്കെ, മെഷീനറി പർച്ചേസ് ചെയ്തത്. സെറ്റ് അല്ലേ? ഓക്കെ, ദെൻ അറേഞ്ച് ദ ഫോളോയിങ് യൂസേഴ്സ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഏതാണ്? പ്ലാന്റ് മാനേജേഴ്സ് ഇന്റേണൽ യൂസർ ആണ്. ടാക്സ് അതോറിറ്റി എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. വൈസ് പ്രസിഡന്റ് ഇന്റേണൽ ആണ്, ബിസിനസ് കമ്പനിയുടെ അകത്തുള്ളതല്ലേ. സ്റ്റോർ മാനേജറും ഇന്റേണൽ ആണ്. കസ്റ്റമേഴ്സ് ആൻഡ് ട്രേഡ് യൂണിയൻ, ലേബർ യൂണിയൻസ് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. ഓക്കെ, ദെൻ അടുത്തത്, ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് 2 ബേസിസ് ആണുള്ളത്. ക്യാഷ് ബേസിസും ഉണ്ട്, അക്രൂവൽ ബേസിസും ഉണ്ട്. ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അവിടെ കിട്ടി എന്നുള്ള രീതിയിൽ എഴുതും. ക്യാഷ് പെയ്ഡ് ആണെന്ന് അവിടെ ക്യാഷ് ബേസിസിലാണ് നടക്കുന്നത്. ക്യാഷ് കിട്ടുമ്പോഴാണ് നമ്മൾ അവിടെ റവന്യൂ വന്നു എന്നുള്ള രീതിക്ക് എഴുതുക. ക്യാഷ് പേ ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് എന്നുള്ള രീതിക്ക് എഴുതും. അതേസമയം അക്രൂവൽ ബേസിസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്യാഷ് കിട്ടണം എന്നില്ല. ഇപ്പം നമ്മളുടെ സെല്ലറുടെ അടുത്തുനിന്ന് ഗുഡ്സിൻ്റെ ടൈറ്റിൽ ബയറിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റവന്യൂ ജനറേറ്റ് ആയി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും ഒക്കെ എഴുതാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ട്രീറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ്. ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്ജസ്റ്റ്മെന്റ്സിൽ ഏതെങ്കിലും ഒരു ഐറ്റം തന്നിട്ട് ഇത് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതല്ലാതെ ഏത് വേണമെങ്കിലും തരാട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്താ ചെയ്യാറ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുമാണ് എഴുതാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകും. റെക്ടിഫിക്കേഷൻ, ക്യാഷ് പെയ്ഡ് ടു അനിൽ,
അപ്പോൾ കറക്റ്റ് എൻട്രി എന്താണ് വരേണ്ടിയിരുന്നത്? അനിലിന് ക്യാഷ് പേ ചെയ്തു, ക്യാഷ് പോയല്ലോ, അപ്പോൾ ടു ക്യാഷ്, ഡെബിറ്റ് ചെയ്യേണ്ടത് അനിലിനെയാണ്. സോ അനിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വരേണ്ടതിന് പകരം വാസ് പോസ്റ്റഡ് ടു സുനിൽ അക്കൗണ്ട്. തെറ്റിച്ച് എങ്ങനെ എഴുതിയത്? തെറ്റിച്ച് എഴുതിയിരിക്കുന്നത് സുനിലിൻ്റെ അക്കൗണ്ടിലാണ് എഴുതിയത്. അതായത് സുനിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ടു ക്യാഷ് രണ്ട് സ്ഥലവും സെയിം ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കണം, അത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കാം. കറക്റ്റായിട്ട് അനിൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് വരണമായിരുന്നു അല്ലേ? അപ്പോൾ വരണം, നമ്മൾ അങ്ങനെ തന്നെ എഴുതാ, അനിൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതി. തെറ്റായിട്ട് നമ്മൾ എഴുതി വെച്ചത് സുനിൽ അക്കൗണ്ട് ഡെറ്ററിനല്ലേ? അപ്പോൾ ആ തെറ്റായിട്ട് എഴുതിയ ഡെബിറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, ടു സുനിൽ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? അനിൽ അക്കൗണ്ട് ഡെറ്റർ ടു സുനിൽ അക്കൗണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി വരുന്നത്. ദെൻ ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഓൺ മെഷീനറിയിൽ ഡിപ്രീസിയേഷൻ കൊടുത്തത് എഴുതിയില്ല എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ആ ഒരു എൻട്രി കൊടുത്താൽ മതി, 4000. ഓക്കെ, മറ്റേത് ഇവിടെ 1000 ആണ്. ദെൻ അടുത്തത് സ്റ്റേറ്റ് എനി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ചാർജ്ഡ് എഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റിൽ നിന്ന് അത്ര കണ്ട് കുറയും, അതൊരു എക്സ്പെൻസ് ആണ്. അതേസമയം റിസർവ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് മാറ്റി വെക്കുന്നതാണ്. ദെൻ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് കമ്പൾസറി ആണ്, റിസർവ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് കമ്പൾസറി അല്ല, ബിസിനസ്സിൻ്റെ അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ പിന്നീട് നമ്മൾ പ്രൊവിഷൻ പറയുകയാണെങ്കിൽ പ്രൊവിഷൻ്റെ എക്സാമ്പിൾസ് ചെയ്താൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഒക്കെ. റിസർവിൻ്റെ എക്സാമ്പിളാണ് ജനറൽ റിസർവ് ഫണ്ടൊക്കെ. ഇനി ഇതേപോലെ റൈറ്റ് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, നേരത്തെ മുൻകൂട്ടി പേ ചെയ്തതാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കുറച്ച് കാണിക്കും, നേരത്തെ മുൻകൂട്ടി പേ ചെയ്തുകൊണ്ട് ആശ്വാസമായതുകൊണ്ട് അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. അക്രൂഡ് ഇൻകം എന്ന് വെച്ചാൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം നമുക്ക് വരണം, ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടാനുള്ളതാണ്, അസറ്റ് ആണ്, കിട്ടാനുള്ളതായതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് 4 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ടു മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് ഓഫ് ദ ബിസിനസ്സിൻ്റെ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട്. ദെൻ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ മേക്കിംഗ് ഇൻഫർമേഷൻ അവൈലബിൾ ടു യൂസേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഡിസ്ക്രൈബ് എനി 4 കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് ബുക്ക് ബാലൻസ്. ഇത് മക്കളെ ഇത് എഴുതാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ നേരെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യനിലെ അതിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് എഴുതിയാൽ മതി. അത് തന്നെ ഇവിടെ വരുന്നത്. എന്തൊക്കെ അവിടെ വരും? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. Then check paid in but not collected by bank. Bank charges debited by bank. Interest credited by bank. അങ്ങനെ 4 കാര്യങ്ങൾ എഴുതിയാൽ മതി. Then explain the different ways in which a balance sheet may be marshaled. ബാലൻസ് ഷീറ്റ് മാർഷൽ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസിൻ്റെ ഓർഡറിലുണ്ട്, ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയുടെ ഓർഡറിലുണ്ട്. പെർമനൻസിൻ്റെ ഓർഡറിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഫിക്സഡ് ക്യാപിറ്റലും ഫിക്സഡ് ലയബിലിറ്റീസും എഴുതും, അതിനുശേഷമാണ് ഫിക്സഡ് ആസറ്റ്സും ഫിക്സഡ് ലയബിലിറ്റീസും എഴുതും, അതിനുശേഷമാണ് കറണ്ട് ആസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും എഴുതുന്നത്. ലിക്വിഡിറ്റിയുടെ ബേസിസിലാണെങ്കിൽ ആദ്യം കറണ്ട് ആസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ബാലൻസ് ഷീറ്റിൽ എഴുതും, അതിനുശേഷമാണ് ഫിക്സഡ് ആസറ്റ്സും ഫിക്സഡ് ലയബിലിറ്റീസും എഴുതുള്ളൂ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചോദിക്കും കേട്ടോ, അതെന്തായാലും പഠിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബാധ്യതയാണ്, ലയബിലിറ്റീനെ അപ്പോൾ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? സാലറീനെ. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ദെൻ പ്രീപെയ്ഡ് റെൻറ്റ് മുൻകൂട്ടി അടച്ചു എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ആശ്വാസമാണ്. ആശ്വാസം എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റിനെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടു റെൻറ്റ്. സെറ്റല്ലേ? ഇനി മാത്സ് ഓഫ് ഫോളോയിങ് കൺസെപ്റ്റുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. കൺസെപ്റ്റ് ഞാനിവിടെ മാത്സ് ഓഫ് ഫോളോയിങ്ങിലേക്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ കൺസെപ്റ്റ് നിങ്ങൾ അതല്ലാതെ എല്ലാത്തിനെ പറ്റിയിട്ടൊരു 2 സെൻറ്റൻസ് എങ്കിലും പഠിച്ചിരിക്കണം. അക്വിസിഷൻ പ്രൈസിലാണ് അസറ്റ് റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് കോസ്റ്റ് കൺസെപ്റ്റ് ആണ്.
പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല, എന്നാൽ വരാൻ സാധ്യതയുള്ള ആൻറ്റിസിപ്പേറ്റ് ഓൾ ലോസസ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ്സ് ആണ്. ഓണർ ക്രെഡിറ്ററായി മാറുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിലാണ്. ബിസിനസ്സിൻ്റെ ലൈഫ് ഇൻഡെഫിനിറ്റ് ആണെന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് പോളിസീസ് യൂണിഫോം ആകണമെന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ദെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തേത് വരുന്നത് വൺ നേഷൻ വൺ ടാക്സ് ആണ് അല്ലേ. ഒരു രാജ്യത്തിന് ഒരു ടാക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്? റെഡ്യൂസസ് ടാക്സ് ഇവേഷൻ, ടാക്സ് ആളുകൾ വെട്ടിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ എലിമിനേറ്റ് കാസ്കേഡിങ് ഓഫ് ടാക്സ്, ടാക്സിൻ്റെ മുകളിൽ ടാക്സ് വരുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ സിംപ്ലിഫൈഡ് ടാക്സ് സ്ട്രക്ചർ സിംപ്ലിഫൈ ചെയ്തു എന്നുള്ളതൊക്കെയാണ്. ദെൻ റൈറ്റ് ദ നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഡിപ്രിസിയേഷൻ എന്തിനു വേണ്ടിയിട്ട് ചാർജ് ചെയ്യേണ്ടത്? ഡിപ്രിസിയേഷൻ അങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്യുറേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കിട്ടും. ദെൻ റവന്യൂ എക്സ്പെൻസ് നമ്മുടെ മാച്ച് ആകും, ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ പറ്റും, ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്തത് വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. റെലവൻസ്, നമുക്ക് കറക്റ്റ് ടൈമിൽ കിട്ടിയാലാണ് റെലവൻ്റ് ആകുള്ളൂ. ദെൻ എന്തായിരിക്കണം? റിലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ്, അതിൽ മിസ്റ്റേക്സ് ഒന്നും വരാൻ പാടില്ല, അപ്പോഴാണ് അത് റിലയബിൾ ആകുള്ളൂ, വിശ്വാസയോഗ്യമാകുള്ളൂ. അതിനടുത്താണ് കമ്പയറബിലിറ്റിയിൽ പറയുന്നത് എന്താണ്? നമുക്ക് പല വർഷങ്ങളിലെ അക്കൗണ്ടിങ് ഇൻഫർമേഷനും പല ഫേമുകളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം വരുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്. ജേണൽ എന്ന് പറയുന്നത് പ്രൈമറി എൻട്രി ആണ്, ആദ്യമായിട്ട് എഴുതുന്നതാണ്. ലെഡ്ജർ എന്ന് പറയുന്നത് സെക്കൻഡറി എൻട്രി ആണ്. ദെൻ ജേണലിൽ നമ്മളൊരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതുന്നത്, ലെഡ്ജറിൽ നമ്മളൊരു അനലിറ്റിക്കൽ മാനറിലാണ് എഴുതുന്നത്. ജേണലിൽ എഴുതുന്നതിന് ജേണലൈസിങ് എന്ന് പറയും, ലെഡ്ജറിൽ എഴുതുന്നതിന് പോസ്റ്റിംഗ് എന്ന് പറയും. പിന്നെ ഏകദേശം അത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. 4 പോയിന്റ്സ് പറഞ്ഞല്ലോ ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് എഴുതണം. അതിലെന്താണ്? മെയിൻ ക്യാഷ്യർ എന്ത് ചെയ്യും? പെറ്റി ക്യാഷ്യർക്ക് എല്ലാ മാസത്തിൻ്റെ ആദ്യത്തിലും ഒരു ഇംപ്രസ്ഡ് എമൗണ്ട് കൊടുത്തിട്ട് ആ എമൗണ്ട് വെച്ചുകൊണ്ട് ആ മാസത്തെ എല്ലാ പെറ്റി എക്സ്പെൻസസ്, ടാക്സി ഫെയർ, ട്രാവലിംഗ് എക്സ്പെൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അങ്ങനെയുള്ള പെറ്റി എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ദെൻ സൈറ്റ് എക്സാമ്പിൾസ് ഫോർ കോൺട്രാ ട്രാൻസാക്ഷൻസ്. കോൺട്രാ ട്രാൻസാക്ഷൻസിൽ വരുന്നതാണ് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ വിഡ്രോൺ ക്യാഷ് ഫ്രം ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തത്, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതൊക്കെ കോൺട്രാ ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഡിസ്റ്റിങ്വിഷ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് DB മെത്തേഡ്. SLN മെത്തേഡും DB മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തേത് നമുക്കറിയാലോ. ഫസ്റ്റത്തേത് വരുന്നത് എന്താണ്? ഫസ്റ്റത്തേത് വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ വരുന്നത് ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും എല്ലാ വർഷത്തിലും വരുന്നത്. അതേസമയം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിൽ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിലാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇവിടെ റെഡ്യൂസ്ഡ് ബാലൻസ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിലാണ് ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് ഇവിടെ എല്ലാ വർഷവും സെയിം ആയിരിക്കും, ഇവിടെ കുറഞ്ഞ് വരും. പിന്നെ ലാസ്റ്റ് അസറ്റിൻ്റെ വാല്യൂ ഇതിൽ 0 ആയിട്ട് മാറും. ഇവിടെ 0 ആകില്ല, നോട്ട് 0 ആകില്ല എന്നുള്ളതാണ്. പിന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈഫുള്ള നമ്മുടെ ബിൽഡിങ്, ഫർണിച്ചർ പോലെയുള്ള അസറ്റ്സിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് പെട്ടെന്ന് ഡിപ്രിസിയേഷൻ വരുന്ന ഐറ്റംസിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡാണ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് 4 രീതിയിലാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിളുകൾ തെറ്റിക്കാം. അതായത് ഇപ്പോൾ പ്രിൻസിപ്പിൾ മാറി തെറ്റിക്കുക എന്നുള്ളതൊക്കെയാണ് എന്ത് വരുന്നത്? എറർ ഓഫ് പ്രിൻസിപ്പിൾ വരുന്നത്.
അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ തെറ്റിക്കുന്നതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. പിന്നെ വരുന്നത് എറർ ഓഫ് കമ്മീഷൻ വരുന്നുണ്ട്. എറർ ഓഫ് കമ്മീഷനിൽ വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് എഴുതി, പക്ഷെ ടോട്ടൽ എമൗണ്ടിലൊക്കെ തെറ്റുപറ്റിയതാണ്, എമൗണ്ട്സിൽ തെറ്റുപറ്റുന്നത്. പിന്നെ എറർ ഓഫ് ഒമീഷൻ ഉണ്ട്. എറർ ഓഫ് ഒമീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എറർ ഓഫ് ഒമീഷനിൽ നമ്മൾ എഴുതാനേ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോങ് എൻട്രി ആണ്, തെറ്റി, പക്ഷെ രണ്ട് സ്ഥലത്തും ഒരേ തെറ്റ് വന്നതുകൊണ്ട് ആ തെറ്റ് എന്തായിട്ട് മാറുന്നു, അത് നമുക്ക് അറിയാൻ പറ്റാതെ ആകുന്നു, അത് ബാലൻസ് ആയി പോകുന്നതാണ്. ആൻഡ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റിയിട്ടൊരു കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കൃത്യമായിട്ട് ടാക്സസ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതി കേട്ടോ. പറഞ്ഞാൽ ബാക്കി കൺസെപ്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ അതല്ലാതെ നമ്മൾ +1 അക്കൗണ്ടൻസിയിൽ നിന്ന് ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്